نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والفجر وليال عشر ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, സദാ നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യവാനായ നമ്മുടെ നാഥന്റെ വിധിയും വിലക്കുകൾ ഓരോന്നും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നന്നായി പാലിച്ച് ഏറ്റവും നല്ലവരായി ജീവിക്കണമേ എന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു ആ നിലക്ക് ജീവിക്കാനും അങ്ങനെ ഈ ദുനിയാവിൽ നിന്ന് അവസാന യാത്രക്കൊരുങ്ങുവാനുമുള്ള ഏറ്റവും അനുഗ്രഹീതമായ ഭാഗ്യം നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്ത് നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൽ ചില സ്ഥലങ്ങൾക്ക്, ചില സമയങ്ങൾക്ക്, ചില മാസങ്ങൾക്ക്, ചില ദിവസങ്ങൾക്ക് പ്രത്യേകതകളും ശ്രേഷ്ഠതകളും മഹത്വവുമുണ്ട്. മാസങ്ങളിൽ ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നിങ്ങനെയുള്ള മാസങ്ങൾ അല്ലാഹു പവിത്രമായി നമ്മളെ പഠിപ്പിച്ചു. റമദാനിന് പ്രത്യേകമായ മഹത്വമുണ്ട് എന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം.
ചില പ്രവാചകന്മാരെ മറ്റു ചില പ്രവാചകന്മാരെക്കാൾ അവർക്ക് ശ്രേഷ്ഠതകളുണ്ട്, അത് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ചില സ്വഹാബിമാർക്ക് മറ്റു സ്വഹാബിമാരെക്കാൾ ശ്രേഷ്ഠതകളുണ്ട്. ചില സ്ഥലങ്ങൾക്ക് മറ്റു ചില സ്ഥലങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തെ ദിവസങ്ങളുടെ കൂട്ടത്തിലെ സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മിലേക്ക് വരാനിരിക്കുന്ന ദുൽഹജ്ജ് 1 മുതൽ ദുൽഹജ്ജ് 10 വരെയുള്ള ദിവസങ്ങൾ. പരിശുദ്ധ ഖുർആനും ഹദീസും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ 10 ദിവസങ്ങൾക്ക് ഒരുപാട് മഹത്വങ്ങൾ ഖുർആനും സുന്നത്തും എണ്ണി പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാകുന്നു സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാകുന്നു സത്യം. ഇവിടെ വലയാലിൻ അശ്ർ എന്നത് അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു. അൽ മുറാദു ബിഹാ അശ്റു ദിൽ ഹിജ്ജ, അതുകൊണ്ടുള്ള ഉദ്ദേശം ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ അറിയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞു, വയദ്കുറു സ്മല്ലാഹ് ഫീ അയ്യാമിൻ മഅലൂമാത്. അയ്യാമിൻ മഅലൂമാത്, എണ്ണപ്പെട്ട ചില ദിവസങ്ങളുണ്ട്, അറിയപ്പെട്ട ചില ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ ധാരാളമായി നിങ്ങൾ ഓരോരുത്തരും അല്ലാഹുവിനെ ഓർക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ഈ അയ്യാമു മഅലൂമാത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മഹാനായ ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹയെ പോലെയുള്ള മുഫസ്സിരികൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയ്യാമുൽ അശ്റാണ്, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ പരിശുദ്ധ ഖുർആൻ സത്യം ചെയ്ത് അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞ അതേപോലെ തന്നെ പ്രത്യേകതയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കി പറഞ്ഞ വളരെ പരിശുദ്ധമായ ദിവസങ്ങളിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ അമലുകൾ ചെയ്യുമ്പോൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ആ സൽക്കർമ്മങ്ങൾ അല്ലാഹു തആല ഒരു മനുഷ്യനിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസങ്ങൾ ഏതാണെന്നറിയോ? അത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു കൊല്ലം നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ അമലുകൾ ചെയ്യുമ്പോൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് അല്ലാഹുവിന് ഇഷ്ടമാണ്.
പക്ഷെ ഏറ്റവും ഇഷ്ടം ഈ ദുൽഹജ്ജ് മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ അമൽ ചെയ്യുമ്പോഴാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിക്കുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞപ്പോ സ്വഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഫഖാലു യാ റസൂലല്ലാഹ്, അവര് ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സായുധ സമരം അത് അവിടേക്ക് എത്തുമോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ സായുധ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണോ ഏറ്റവും വലിയ അഫ്ളൽ, ഏറ്റവും വലിയ പുണ്യം ലഭിക്കുന്നത്? അതോ ദുൽഹജ്ജ് മാസം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ അമൽ ചെയ്യുന്ന മനുഷ്യനാണോ കൂടുതൽ ശ്രേഷ്ഠത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബിമാർ ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സായുധ സമരവും ഇവിടേക്ക് എത്തുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് പറയാണ്, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ സായുധ സമരത്തിന് വേണ്ടി പുറപ്പെട്ടു. അയാളുടെ കയ്യിലുള്ള സ്വത്ത് മുഴുവൻ ആ യുദ്ധത്തിന്റെ ഫണ്ടിലേക്ക് അയാൾ ചെലവഴിച്ചു. ഇനിയോ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരാൻ ഈ മനുഷ്യനുള്ള യുദ്ധക്കളത്തിൽ വെച്ച് അയാൾ രക്തസാക്ഷിയായിട്ടുണ്ട്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ധനം മുഴുവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ആ യുദ്ധത്തിന് വേണ്ടി അയാൾ ചെലവഴിച്ചിട്ടുമുണ്ട്. ഈ മനുഷ്യന് എത്ര വലിയ പുണ്യമുണ്ടോ, മഹത്വമുണ്ടോ, ശ്രേഷ്ഠതയുണ്ടോ? ഇതേ മനുഷ്യന്റെ ശ്രേഷ്ഠതയാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ അമൽ ചെയ്യുന്ന ഒരു മനുഷ്യനുള്ളത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലു അയ്യാമിദ് ദുനിയാ അയ്യാമുൽ അശ്ർ, ഈ ദുനിയാവിലെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും അഫ്ളലായ ദിവസങ്ങൾ അത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ നമ്മളെ അറിയിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെയും ഹദീസുകളെയും ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇന്നഹു അഫ്ളലു അയ്യാമിസ് സന കമാ നതഖ ബിഹിൽ ഹദീസു ഫളിലുഹു കസീറുൻ അലാ അശ്രി റമദാനൽ ഖൈർ. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഇതുമായി വന്ന ഹദീസുകളും ഒക്കെ ഞാൻ ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോ എനിക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണത്? പുണ്യങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ റമദാനിന്റെ അവസാനത്തെ 10നേക്കാൾ ശ്രേഷ്ഠത ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു മാസത്തിലെ ഈ 10 ദിവസങ്ങൾക്ക് ഇത്രയേറെ ശ്രേഷ്ഠതകൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അതിനുള്ള കാരണം അദ്ദേഹം പറഞ്ഞു, വല്ലദി യുദ്ഹിറു അന്ന സബബ ഫീ ഇംതിയാസ് അശ്രി ദിൽ ഹിജ്ജ ലിമകാനി ഇജ്തിമാഉ ഉമ്മഹാത്തുൽ ഇബാദ ഫീഹി ഫഹിയ അസ്വലാ വസ്സിയാം വസ്സദഖ വൽ ഹജ്ജ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, വല്ലദി യുദ്ഹിറു അന്ന സബബ ഫീ ഇംതിയാസ് അശ്രി ദിൽ ഹിജ്ജ, ഈ ദുൽഹജ്ജ് മാസത്തിലെ ഈ 10 ദിവസങ്ങൾക്ക് ഇത്രയേറെ ശ്രേഷ്ഠതയുണ്ടാവാനുള്ള കാരണം എന്താണെന്നറിയുമോ? ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീ, ഈ ദിവസങ്ങളിലാണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ ഇബാദത്തുകളുണ്ടോ ആ ഇബാദത്തുകളെല്ലാം ഈ 10 ദിവസങ്ങളിൽ ഒരുമിച്ച് ചേരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാ, ഫഹിയ അസ്വലാ, നമസ്കാരം ഈ സമയത്ത് വരുന്നുണ്ട്, വസ്സിയാം, നോമ്പ് ഈ സമയത്ത് വരുന്നുണ്ട്,
വസ്സദഖ, അതേപോലെ സ്വതക്ക വരുന്നുണ്ട്, വൽ ഹജ്ജു, ബാക്കിയുള്ള സമയങ്ങളിലൊന്നും ഹജ്ജ് വരുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്തിന്റെ പ്രത്യേകത ഹജ്ജും ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയേറെ പ്രത്യേകതയുള്ളത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. മഹാനായ അനസ് ഇബ്നു മാലിക് റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ ഓരോ ദിനങ്ങളും 1000 ദിനങ്ങളെ പോലെയാണ്. എന്നാൽ അറഫ ദിനമാകട്ടെ അത് 1000 കണക്കിന് ദിനങ്ങൾ പോലെയുമാണ് എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. മാത്രവുമല്ല, പവിത്രമായ യൗമു തർവിയയും അതേപോലെ യൗമു അറഫയും ഈ ദിവസങ്ങളിലാണ് വരുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ അൻ യുഅതിഖല്ലാഹു ഫീഹി അബദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിനത്തെക്കാളേറെ ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, അല്ലാഹു തആല ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വേറെ ഒരു ദിനമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ ദിവസവും വരുന്നത് ഈ 10 ദിവസങ്ങളിലാണ്. മാത്രവുമല്ല, ദുൽഹജ്ജ് 10നെ സംബന്ധിച്ച്, പെരുന്നാളിന്റെ ദിവസത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്ന അഅ്ലമ അയ്യാമിൻ ഇൻദല്ലാഹി തബാറക വതആല യൗമുൻ നഹർ. യൗമുൻ നഹറിനേക്കാൾ, ബലിപെരുന്നാളിന്റെ ദിവസത്തെക്കാൾ അനുഗ്രഹീതമായ ഒരു ദിവസം അല്ലാഹുവിന്റെ അരികിൽ വേറെയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നതും നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഈ 10 ദിവസങ്ങൾക്ക് ഒട്ടനേകം പ്രത്യേകതകൾ ഇനിയും പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളെ ഒന്ന് കരുതി ഉപയോഗിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ദിവസം നിങ്ങളിലേക്ക് വരുമ്പോ ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീലി വതക്ബീരി വതഹ്മീദ്. ഈ ദിവസം നിങ്ങളിലേക്ക് വരുമ്പോ ധാരാളമായി നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അധികരിപ്പിക്കണേ, ധാരാളമായി നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയണേ, അൽഹംദുലില്ലാഹ് എന്നത് നിങ്ങൾ ധാരാളമാക്കണേ, വർദ്ധിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമസ്കാരങ്ങൾ കൃത്യമാക്കാനും സുന്നത്ത് നമസ്കാരങ്ങൾ യഥോചിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പടച്ചോനെ ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങളാണ് എന്നതിനാൽ ധാരാളമായി റബ്ബിനോട് തൗബ ചെയ്യുന്നവരായി, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നവരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. നന്മകൾ എന്തൊക്കെയുണ്ടോ, അത് നിസ്സാരമായതാവട്ടെ വലിയ നന്മകളാവട്ടെ, അവയോരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തിന്മകൾ അത് എത്ര നിസ്സാരമാണെങ്കിലും ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനുമായി വളരെ വലിയ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി നമുക്ക് കഴിയേണ്ടതുണ്ട്. മാത്രവുമല്ല, നമ്മുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകമായി ഉത്തരം ലഭിക്കുന്ന അനുഗ്രഹീതമായ സമയങ്ങൾ എന്ന നിലക്ക് ധാരാളമായി റബ്ബിനോട് നമ്മുടെ ഇഹപര വിജയങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നവരായി, പ്രാർത്ഥിക്കുന്നവരായി മാറാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. സ്കൂൾ തുറക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ മഴയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളുള്ള സമയമാണ്. സഹോദരങ്ങളെ, രക്ഷിതാക്കളൊക്കെ ഒരു വീട്ടിൽ നിന്ന് 2-3 ഒക്കെ മക്കൾ പഠിക്കാനുള്ള രക്ഷിതാക്കൾ വല്ലാതെ നെടുവീർപ്പിടുന്ന നെട്ടോട്ടമോടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഈ സമയത്ത് പ്രത്യേകമായി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ മുഴുവനായും, അതല്ല തിങ്കളും വ്യാഴവും ഒന്നിടവിട്ടോ നമുക്ക് സാധ്യമാകുന്ന ദിവസങ്ങളിലുമൊക്കെ പ്രത്യേകമായി നോമ്പനുഷ്ഠിക്കാനും ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് ഈ സമയത്ത് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്താറുള്ളത്. സഹോദരങ്ങളെ,
ഇത്തരം ദിവസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് നൽകുന്ന അപൂർവമായ അവസരങ്ങളാണ് എന്നത് കൃത്യമായി നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ റമദാൻ വന്നപ്പോ നമ്മുടെ കൂടെയില്ല. കഴിഞ്ഞ റമദാനിൽ നല്ല ആരോഗ്യത്തോടുകൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഈ റമദാൻ വന്നപ്പോഴേക്ക് ആരോഗ്യമൊക്കെ പറ്റ ക്ഷയിച്ച് വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക്, ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എന്ന നിലയ്ക്ക് മരുന്നുകളോട്, ആശുപത്രികളോട് മല്ലിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ പോലും കൃത്യമായി നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധ്യമാവുകയാണ്. മാത്രവുമല്ല സഹോദരങ്ങളെ, എത്ര പെട്ടെന്നാണ് ഓരോ മരണങ്ങളുടെയും വാർത്തകൾ ദിനേന നാം ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ ചെറുപ്പക്കാരല്ല സഹോദരങ്ങളെ, ഇടിമിന്നലേറ്റ് തൽക്ഷണം മരിച്ച വാർത്തകൾ നാം ഓരോരുത്തരും കേട്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മരണം അതേത് സമയത്താണ്, ഏത് നേരത്താണ് അത് സംഭവിക്കുക എന്ന് ഒരാൾക്കും തന്നെ പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഈ സുവർണാവസരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ, നമ്മുടെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരെ, ഒരിക്കൽ കൂടെ അല്ലാഹുവിന്റെ വിധിയും വിലക്കുകളും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നന്നായി പാലിച്ച് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ദുൽഹിജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുമ്പോൾ അതിന്റെ മുന്നോടിയായി നമ്മൾ ഓരോരുത്തരും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് വളരെ സംക്ഷിപ്തമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ റഅയ്തുമുൽ ഹിലാല ദിൽ ഹിജ്ജ വഅറാദ അഹദുക്കും അൻ യുളഹി ഫൽയുംസിക് മിൻ ശഅരിഹി വഅദ്ഫാരിഹി. നിങ്ങൾ ദുൽഹിജ്ജ് മാസത്തിന്റെ പിറവിയെ, മാസപ്പിറവിയെ നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ബലിയറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുടെ നഖങ്ങളും അതേപോലെ മുടിയും നീക്കം ചെയ്യാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാസപ്പിറവി കണ്ടത് മുതൽ ബലിയറുക്കുന്നത് വരെ നമ്മുടെ നഖങ്ങളും അതേപോലെ മുടിയും നീക്കം ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് പ്രത്യേകമായ സുന്നത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ് എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളൊരു കാര്യം, സഹോദരങ്ങളെ, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടിയുമായി ബന്ധപ്പെട്ട മരണങ്ങൾ നമ്മൾ കണ്ടു. അതോടൊപ്പം വീടിന്, മരങ്ങൾക്കൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഈ സമയത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുറസായ സ്ഥലങ്ങളിൽ പോയിരിക്കാതിരിക്കുക, ഉയർച്ചയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, വെള്ളമുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം, ഇരുമ്പ് പോലെയുള്ള വസ്തുക്കൾ ഉള്ളിടത്ത് നിന്ന് നമ്മൾ മാറി നിൽക്കണം. ഇങ്ങനെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ഇടി മിന്നലുകളിൽ നിന്ന് ശരിക്കും നമ്മൾ രക്ഷപ്പെടാൻ സുബ്ഹാനല്ലദി യുസബ്ബിഹു റഅദു ബിഹംദിഹി
والملائكة من خيفته سبحان الذي يسبح الرعد بحمده والملائكة من خيفته سبحان الذي يسبح الرعد بحمده والملائكة من خيفته. ഈ പ്രാർത്ഥന അത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം അതിശക്തമായ കാറ്റടിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച പല നിലക്കുള്ള പ്രാർത്ഥനകളുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഅഊദു ബിക മിൻ ശർരിഹാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഅഊദു ബിക മിൻ ശർരിഹാ. അപ്പൊ ഈ നിലക്കുള്ള പ്രാർത്ഥനകളൊക്കെ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി നമ്മൾ പാലിക്കുന്നതോടൊപ്പം ഇത്തരം പ്രാർത്ഥനകൾ കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നാം ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് കൂടെ ഈ സമയത്ത് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹീതമായി സ്വർഗം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ഓരോ ദിനങ്ങളും പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിക്കാനുള്ള സൗഭാഗ്യവും റബ്ബ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അള്ളാഹു അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ശിഫയും ആശ്വാസവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഓരോ വെള്ളിയാഴ്ചകളിലെ ജുമഅകളിൽ നിന്ന് കേൾക്കുന്ന ഓരോ കാര്യങ്ങളും പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ജുമഅയ്ക്ക് നേരത്തെ വരാനുമുള്ള നല്ലൊരു മനസ്സും തൗഫീഖും അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെയൊക്കെ കച്ചവടങ്ങളിൽ, നമ്മുടെ വ്യാപാരങ്ങളിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ സമ്പത്തിൽ, അതിലൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഏതവസരത്തിൽ ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് വേർപിരിയേണ്ടി വന്നാലും പടച്ചവനോടുള്ള എല്ലാ കടപ്പാടുകളും ബാധ്യതകളും കൃത്യമായി നിറവേറ്റി മുസ്ലിമായി മുവഹ്ഹിദായി ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയാനുള്ള ഭാഗ്യവും റബ്ബ് നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين